ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചതാണ്, പക്ഷേ തലയെഴുതി മോശമാണ് എന്നതുകൊണ്ട് നടന്നില്ല എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. നമസ്കാരം. കോന്നി നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി സതീഷ് കൊച്ചുപറമ്പിലിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അപ്രതീക്ഷിത വെളിപ്പെടുത്തലുമായി അടൂർ പ്രകാശ് MP. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മനെ കോന്നിയിൽ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നു എന്നും എന്നാൽ തലവിധി മറ്റൊന്നായിരുന്നുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. സതീഷ് കൊച്ചുപറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് അടൂർ പ്രകാശ് സംസാരിക്കവെയാണ് മറിയ ഉമ്മൻ വേദിയിലേക്ക് കടന്നു വന്നത്. ഈ സമയത്താണ് സദസ്സിനെ സാക്ഷി നിർത്തി MP പഴയ ചർച്ചകൾ വെളിപ്പെടുത്തിയത്. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ മൂത്ത മകൾ. ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നതാണ്, പക്ഷേ വലിയ ഉമ്മ കേൾക്കുന്നില്ല. ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നതാണ്, പക്ഷേ തലയെഴുതി മോശമാണ് എന്നതുകൊണ്ട് നടന്നില്ല എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. മറിയ ഉമ്മനെ മത്സരിപ്പിക്കുന്നത് സംബന്ധിച്ച ഗൗരവമായ ചർച്ചകൾ നടന്നുവെങ്കിലും ഒടുവിൽ സതീഷ് കൊച്ചുപറമ്പിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തുകയായിരുന്നു. ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം കോന്നിയിലെ ജനങ്ങൾ സതീഷ് കൊച്ചുപറമ്പിലിനെ ജയിപ്പിച്ചുകൊണ്ട് പ്രകടിപ്പിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കോന്നി എന്നും തന്റെ വീട് പോലെയാണെന്നും കോന്നിയിലെ ജനങ്ങളുടെ സ്നേഹം താൻ അനുഭവിക്കുന്നുണ്ടെന്നും അടൂർ പ്രകാശ് കൂട്ടിച്ചേർത്തു. കോന്നിക്കാരുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ മാത്രമല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, എൻ്റെ സ്വന്തം കുടുംബമായിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നത്. 1996 മുതൽ വർഷങ്ങളോളം നിങ്ങൾ എന്നെ സ്വന്തം ആളായി ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയത് ഈ കോന്നിയിലെ ജനങ്ങൾ. ഈ മണ്ണിലെ ഓരോ വഴിയും ഓരോ വീടും എൻ്റെ വീടായി ഞാൻ കാണുന്നു. എപ്പോഴും ഞാൻ രാഷ്ട്രീയം പഠിച്ചതും എന്നെ പഠിപ്പിച്ചതും സത്യത്തിൽ നിങ്ങളാണ്. നിങ്ങളെന്നെ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരുന്ന സ്നേഹം മടക്കി തരുന്നത് എങ്ങനെ എന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ തന്നെയാണ് ഇന്നും എപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയും. ഉമ്മൻചാണ്ടിയോടുള്ള വൈകാരികമായ ബന്ധം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് UDF നേതൃത്വം. മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. ആഭരണം എന്നും ഏവർക്കും പ്രിയപ്പെട്ടതാണ്, നെഞ്ചോട് ചേർത്ത് വെക്കുന്നതാണ്. അതിനു പിന്നിൽ അഹോരാത്രം പ്രയത്നിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. ആത്മാർത്ഥതയുടെ കയ്യൊപ്പുണ്ട്. ഒരു ശില്പിയുടെ ഭാവനയിൽ വിടർന്ന് പൂവായും പുള്ളിമാനായും മയിലായും രൂപപ്പെടുന്ന വരകൾ ആലയിലെ ഊതിക്കാച്ചിയ പൊന്നിൽ സൂര്യകിരണങ്ങൾ പോലെ മിനുക്കിയെടുക്കുന്ന ഒരു പറ്റം വിദഗ്ധ പണിക്കാരുണ്ട്. ഇതിനെല്ലാം ഉപരി പരിശുദ്ധമായ സ്വർണം കൃത്യമായ കാരറ്റ് അളവിൽ തിരഞ്ഞെടുത്തു കൊടുക്കുന്ന സാങ്കേതിക ഗവേഷകരുമുണ്ട്. 30 വർഷത്തെ വിശ്വസ്തതയും പാരമ്പര്യവും പ്രവൃത്തി പരിചയവും കൈമുതലായി സ്തുത്യർഹ സേവനം നടത്തിവരുന്ന ഒരു സ്ഥാപനമുണ്ട്, രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ്. നിങ്ങൾക്കും രാജകുമാരി ആവണ്ടേ? രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഇനി ലോകം കാണട്ടെ നിങ്ങളുടെ സൗന്ദര്യം.